നമുക്കെല്ലാവർക്കും തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമുക്ക് വീണ്ടും തലകളെ ഉണക്കാം. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം കർത്താവിൽ സമർപ്പിക്കാം. അടിയങ്ങളെ കഴുകി വെടിപ്പാക്കണമേ, ശുദ്ധീകരിക്കണമേ. പലതരത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ, എല്ലാവരെയും നമുക്ക് ഓർക്കാം, ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഞങ്ങളുടെ നോമ്പനുഷ്ഠാനങ്ങൾ യഥാർത്ഥമായ ശുദ്ധീകരണത്തിനിടയാക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണമേ. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അരികെയും അകലെയുമായി വചനം കേൾക്കുന്ന എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നിന്റെ വചനത്താൽ ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൃപയോടെ കൈക്കൊള്ളുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗോകുൽത്താ മലയുടെ വിലാപ ശബ്ദത്തെക്കുറിച്ച് നാം ഒരു പാട്ട് പാടാറുണ്ട്. ഗോകുൽത്താ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേട്ടോ, ഏവമെന്നെ ക്രൂശിലേറ്റുവാ അപരാധമെന്തു ഞാൻ ചെയ്തോ, ഏവമെന്നെ ക്രൂശിലേറ്റുവാ അപരാധം എന്തു ഞാൻ ചെയ്തോ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. പാതി നോമ്പിൻ്റെ തൊട്ടു മുമ്പുള്ള വെള്ളിയാഴ്ചയാണിന്ന്. 4 ദിവസം കഴിഞ്ഞ് പാതി നോമ്പ് ദിവസം നമ്മുടെ ദേവാലയങ്ങളിൽ നാം ഗോകുൽത്താ നാട്ടും. ഗോകുൽത്താ എന്ന വാക്കിൻ്റെ അർത്ഥം ദ പ്ലേസ് ഓഫ് സ്കൾ, തലയോട്ടിയുടെ സ്ഥലമെന്നാണ്, തലയോടിടം എന്നാണ്. അതിൻ്റെ ഗ്രീക്ക് പദമാണ് കാൽവറി എന്നുള്ളത്. തലയോട്ടിയുടെ അല്ലെങ്കിൽ മരണത്തിൻ്റെ ആ സ്ഥലത്തെ കർത്താവിൻ്റെ ക്രൂശുമരണം മൂലം മറ്റൊരനുഭവത്തിലേക്ക്, അമരത്വത്തിലേക്ക്, അമരത്വത്തിൻ്റെ സ്ഥലമായി നാം രൂപാന്തരപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ ക്രൂശുമരണം വഴി നിത്യമായ ജീവന്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഗോകുൽത്താ നാട്ടുന്നതിൻ്റെ അർത്ഥം എന്താണ്? വാഗ്ദത്ത നാട്ടിലേക്കുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയാണ് പശ്ചാത്തലം. മരുഭൂമിയിലൂടെയാണ് യാത്ര. പക്ഷേ ദൈവത്തിനും മോശയ്ക്കുമെതിരായി ജനം പിറുപിറുത്തു. അവർക്ക് ശിക്ഷ ലഭിച്ചു. അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് അനേകർ മരിക്കുന്നു. അപ്പോൾ ദൈവകൽപ്പന പ്രകാരം തന്നെ മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പരൂപമുണ്ടാക്കി കൊടിമരത്തിൽ തൂക്കി. സംഖ്യാപുസ്തകം 21 അധ്യായം 8 വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. ഈ സംഭവം ക്രൂശിതനാകുവാൻ പോകുന്ന ദൈവപുത്രന്റെ മുൻകുറിയാകും.
വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അഗ്നിസർപ്പത്തിന് വിഷമുണ്ടായിരുന്നു, പിച്ചള സർപ്പത്തിന് വിഷമില്ല. ഒരു ഭക്തൻ പറയുന്നത്, പാപത്തിന്റെ വിഷമേറ്റു മരിക്കുന്ന മനുഷ്യൻ കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ അവന് രക്ഷ ലഭിക്കുന്നു. 50 നോമ്പിന്റെ മധ്യത്തിൽ ദേവാലയത്തിന്റെ മധ്യഭാഗത്ത് നാം കുരിശ് നാട്ടുന്നു. നമ്മുടെ രക്ഷയ്ക്കായി ക്രൂശിതനായ കർത്താവിൻ്റെ സാദൃശ്യമാണിത്. നമ്മുടെ ശ്രദ്ധയും ദൃഷ്ടിയും കുരിശിലാകണം. കർത്താവിൻ്റെ രക്തം കൊണ്ടുള്ള വീണ്ടെടുപ്പിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. കുരിശ് നാട്ടിവെക്കുന്ന ആ പീഠത്തെ നാം ഗോകുൽത്ത എന്ന് വിളിക്കും. നൊർത്തോയിന്മേലാണ് കുരിശ് വെക്കുന്നത്. നൊർത്തോ എന്നാൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ പീഠം എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മുടെ ദേവാലയ മധ്യത്തിൽ നാം ഗോകുൽത്ത നാട്ടുന്നു. നമ്മുടെ ശ്രദ്ധയും ദൃഷ്ടിയും കുരിശിങ്കലായിരിക്കട്ടെ എപ്പോഴും. ക്രൂശിന്റെ സന്ദേശങ്ങൾ ശ്രവിക്കാൻ നമ്മെ സഹായിക്കുന്ന ബൈബിളിലെ ഒരു വിശിഷ്ട സസ്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ക്രൂശിന്റെ അനുഭവം സ്വായത്തമാക്കാൻ, വീണ്ടെടുപ്പിന്റെ അനുഭവം സ്വായത്തമാക്കുവാൻ നമ്മോട് ആജ്ഞാപിക്കുന്ന ഒരു സാദൃശ്യമാണ് ബൈബിളിലെ ഒരു വിശിഷ്ട സസ്യം. ആ സസ്യത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ ഹിസപ്പ് എന്ന് പറയും. HYSSOP, ഹിസപ്പ്. മലയാളത്തിൽ നമ്മൾ ഈസോപ്പ് എന്ന് പറയും. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് 5 ഭാഗത്ത് ഈസോപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ 5 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിൻ്റെ സന്ദേശങ്ങളും നമുക്ക് ധ്യാനിക്കാം. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, ബൈബിളിൽ ഈസോപ്പ് ശുദ്ധീകരണത്തിനുള്ള മുഖാന്തരമാണ്. എ ഡിവൈസ് ഫോർ സാങ്ക്ടിഫിക്കേഷൻ, ശുദ്ധീകരണത്തിനുള്ള മുഖാന്തരം. ഒന്നാമത്തെ വേദഭാഗം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 22-ാം വാക്യം. ഇസോപ്പ് ചെടിയുടെ ഒരു കെട്ട് എടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളക്കാൽ 2-ന്മേലും തേക്കണം. യഹൂദ മതാചാരപ്രകാരമുള്ള വിവിധ ശുദ്ധീകരണ പരിപാടികൾക്ക് രക്തം തളിക്കുന്നതിനും മറ്റും ഈസോപ്പ് ചെടിയുടെ തണ്ട് ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ തലപ്പ് മുറിച്ചെടുത്ത് കൂട്ടിച്ചേർത്ത് കെട്ടിയാൽ ഒരു ബ്രഷ് പോലെ ഇരിക്കും, ഒരു ബ്രഷ് പോലെ ഉപയോഗിക്കാം. മറ്റൊരു വാക്യത്തിലും ഈ ശുദ്ധീകരണത്തിനുള്ള മുഖാന്തരമായി ഈസോപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ലേവ്യ പുസ്തകം 14-ാം അധ്യായം 3-4 വാക്യങ്ങൾ നാം വായിക്കും. കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായി എന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിയുവാനുള്ളവനു വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം. അവിടെയും ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്, ആ മത അനുഷ്ഠാനത്തെക്കുറിച്ച് പറയുകയാണ്.
ശുദ്ധീകരണം എന്ന വാക്കിൻ്റെ മൂലപദം ഗ്രീക്ക് ഭാഷയിൽ കഥാറോസ് എന്ന് പറയും. പല അർത്ഥത്തിൽ ബൈബിളിൽ ഈ കഥാറോസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥ ശുദ്ധീകരണം പ്രാപിക്കുവാൻ നമുക്കിടയാകണമെന്ന് ഈ വാക്കിൻ്റെ അർത്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ അർത്ഥം, കഥാറോസ് എന്ന വാക്കിൻ്റെ ഒന്നാമത്തെ അർത്ഥം കലർപ്പില്ലാത്തത്, ചേരുവയില്ലാത്ത ലോഹം എന്നാണ്. എ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ്. കലർപ്പില്ലാതായിരിക്കട്ടെ, ചേരുവയില്ലാത്ത അനുഭവം, ട്രാൻസ്പെറന്റ് അനുഭവം, സുതാര്യമായിരിക്കുന്ന അനുഭവം, മനസ്സിൽ, ജീവിതത്തിൽ, ചിന്തയിൽ, പ്രവർത്തനങ്ങൾ, എല്ലാ കാര്യങ്ങളിലും സുതാര്യമായിരിക്കുന്ന അനുഭവം, ട്രാൻസ്പെറൻസി. കഥാറോസ് എന്ന വാക്കിന്റെ രണ്ടാമത്തെ അർത്ഥം അകവും പുറവും വൃത്തിയായി സൂക്ഷിക്കുന്നവനെന്നാണ്. എ പേഴ്സൺ വിത്ത് എ സൗണ്ട് മൈൻഡ് ആൻഡ് എ സൗണ്ട് ബോഡി. അകവും പുറവും വൃത്തിയായി സൂക്ഷിക്കുന്നവൻ, മനസ്സും ശരീരവും വൃത്തിയായി സൂക്ഷിക്കുന്നവൻ. നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും അകവും പുറവും എല്ലാം ക്ലീൻ ആയിരിക്കട്ടെ, വൃത്തിയായിരിക്കട്ടെ. മൂന്നാമത്തെ അർത്ഥം തെറ്റുകൾ തിരുത്തിയ രേഖകൾക്കും പ്രമാണങ്ങൾക്കും കഥാറോസ് എന്ന് ഉപയോഗിക്കുന്നു. തെറ്റുകൾ തിരുത്തിയ രേഖകളും പ്രമാണങ്ങളും, കറക്റ്റഡ് ഡോക്യുമെന്റ്സ്. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ചെയ്യണമെങ്കിൽ ശരിയായ പ്രൂഫ് റീഡിംഗ് ആവശ്യമാണ്. ഒരു പുസ്തകം പ്രിന്റ് ചെയ്യണമെങ്കിൽ പല പ്രാവശ്യം പ്രൂഫ് റീഡിംഗ് നടത്തണം. നമ്മെ തന്നെ നാം പ്രൂഫ് റീഡിങ്ങിന് വിധേയമാകണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാം മാറ്റണം. അതാണ് നമ്മുടെ ശുദ്ധീകരണം. നമ്മുടെ ജീവിതത്തെ ഒരു പ്രൂഫ് റീഡിങ്ങിന് വിധേയപ്പെടുത്തണം. നാലാമത്തെ അർത്ഥം, കഥാറോസ് എന്ന വാക്കിന്റെ അർത്ഥം തങ്ങളെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളാൽ ശുദ്ധീകരിക്കുന്നവൻ എന്നാണ്. ബീയിങ് സാങ്ക്ടിഫൈഡ് ത്രൂ റിച്വൽസ് ഓഫ് പ്യൂരിഫിക്കേഷൻ. ആചാരാനുഷ്ഠാനങ്ങളാൽ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നവനെന്നാണ് കഥാറോസ് എന്ന വാക്കിന്റെ അർത്ഥം. വിശുദ്ധ സഭയുടെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മെ ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കുന്നു. ഓരോ കാര്യവും, ഓരോ അനുഷ്ഠാനവും അത് ഏറ്റവും ശ്രദ്ധയോടെ, ഏറ്റവും ഭംഗിയായി നിർവഹിക്കേണ്ടതാണ്. മറ്റൊരർത്ഥം കഥാറോസ് എന്ന വാക്കിന്റെ പാറ്റി വൃത്തിയാക്കിയ ധാന്യം, അതാണ് അർത്ഥം. വിൻഡ് ഷാഫ്റ്റഡ് കോൺസ്. പാറ്റി വൃത്തിയാക്കിയ ധാന്യം എന്നും കഥാറോസിന് അർത്ഥമുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് പാറ്റി വൃത്തിയാക്കും, ധാന്യം പ്രത്യേകം എടുക്കും, മറ്റതൊക്കെ മാറ്റിക്കളയും, പാറ്റി വൃത്തിയാക്കും, നല്ലതൊക്കെ ശേഖരിക്കും, അരുതാത്തതൊക്കെ ഉപേക്ഷിക്കും. കഥാറോസ് എന്ന വാക്കിന്റെ മറ്റൊരർത്ഥം ദേവാലയത്തിലെ ഉപകരണമെന്നാണ്. നാം ദേവാലയത്തിലെ ഉപകരണമായി തീരണം, ശുദ്ധീകരിക്കപ്പെടണം. ദൈവമഹത്വത്തിനായി വേർതിരിക്കപ്പെടുന്ന അനുഭവമാണ് ദേവാലയത്തിലെ ഉപകരണത്തിന്റെ അനുഭവം. നിരന്തരമായി ദൈവമഹത്വത്തിനായി വേർതിരിക്കപ്പെടുകയാണ്. ഒരർത്ഥം കൂടിയുണ്ട് കഥാറോസ് എന്ന വാക്കിന്, കടബാധ്യതയില്ലാത്തയാൾ. എൻ്റെ കടമെല്ലാം ഞാൻ കൊടുത്തു തീർത്തിരിക്കുന്നു. എ പേഴ്സൺ വിത്ത് സീറോ ഡെബിറ്റ്. എനിക്കിനി ഒരു കടബാധ്യതയുമില്ല, എൻ്റെ കടബാധ്യതയെല്ലാം ഞാൻ കൊടുത്തു തീർത്തിരിക്കുന്നു. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുക എന്ന അർത്ഥമുള്ള കഥാറോസ് എന്ന വാക്ക്
ബൈബിളിൽ പല സന്ദർഭങ്ങളിൽ ഈ അർത്ഥങ്ങളിലെല്ലാം ഉപയോഗിച്ചിരിക്കുകയാണ്. കലർപ്പില്ലാത്തത്, ചേരുവയില്ലാത്ത ലോഹം, അകവും പുറവും വൃത്തിയായി സൂക്ഷിക്കുന്ന മനുഷ്യൻ, തെറ്റുകൾ തിരുത്തിയ രേഖകളും പ്രമാണങ്ങളും, തങ്ങളെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളാൽ ശുദ്ധീകരിക്കുന്നവൻ, പാറ്റി വൃത്തിയാക്കിയ ധാന്യം, ദേവാലയത്തിലെ ഉപകരണം, കടബാധ്യതയില്ലാത്തയാൾ. ഇതെല്ലാം നമ്മുടെ അനുഭവമായി തീരട്ടെ. ശുദ്ധീകരണത്തിന്റെ മുഖാന്തരമായി ഇസോപ്പ് ചെടിയെ ബൈബിൾ നാം കാണുന്നു. നമ്മുടെ ജീവിതാനുഭവമാകട്ടെ, നമുക്ക് ശുദ്ധീകരിക്കപ്പെടാം. രണ്ടാമത്തെ സന്ദേശം, ഇസോപ്പ് ചെടി എവിടെയാണ് വളരുന്നതെന്ന് ബൈബിളിൽ ഒരു സൂചനയുണ്ട്. സാധാരണ ചെടികളൊക്കെ തഴച്ചു വളരുന്നത് അഴുക്കുള്ള സ്ഥലങ്ങളിലാണ്, വളമുള്ള സ്ഥലങ്ങളിലാണ്. ഇസോപ്പ് ചെടിയെക്കുറിച്ച് പറയുന്നത് അഴുക്കില്ലാത്തിടത്ത് വളരുന്ന ചെടിയാണെന്ന്. ഞാൻ ആ വേദവാക്യം വായിക്കാം. 1 രാജാക്കന്മാർ 4-ാം അധ്യായം 33-ാം വാക്യം. ശലോമോനെ പറ്റി പറയുകയാണ്. ലെബാനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഇസോപ്പ് വരെയുള്ള വൃക്ഷാദികളെക്കുറിച്ചും മൃഗം, പക്ഷി, ഇഴജാതി, മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു. ജ്ഞാനികൾ പുകഴ്ത്തുന്ന സവിശേഷതയുള്ള ചെടിയാണ് ഇസോപ്പ്. ജ്ഞാനിയായ ശലോമോൻ ഇസോപ്പിൻ എന്ന ചെടിയെ പുകഴ്ത്തുകയാണ്. ഈ വിശിഷ്ടമായ ചെടിയെ പ്രശംസിക്കുകയാണ്. എന്തു പറഞ്ഞാണ് പ്രശംസിക്കുന്നത്? ചുവരിന്മേൽ മുളയ്ക്കുന്ന ഇസോപ്പ്. പ്രിയപ്പെട്ടവരെ, അഴുക്കില്ലാത്തടത്ത് വളരുന്നു, അഴുക്കില്ലാതെ വളരുന്നു. ദൈവവിജ്ഞാനീയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വിശുദ്ധിയും ആരാധനയും സൽക്കർമ്മങ്ങളുമാണ്. വിശുദ്ധിയിൽ വളരുന്ന അനുഭവം. ആർക്കും മോഷ്ടിക്കാനൊക്കാത്ത സ്വത്താണ് വിശുദ്ധി. അഴുക്കില്ലാതെ വളരുന്ന അനുഭവം. വിശുദ്ധിയുടെ അനുഭവമാണ് ദൈവശാസ്ത്രം. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റഷ്യൻ സഭയിലെ വിശുദ്ധനായ സാരോവിലെ വിശുദ്ധ സെറാഫീമിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. പല സംശയങ്ങളുമായി കുറെ ചെറുപ്പക്കാർ അദ്ദേഹത്തെ സമീപിക്കുകയാണ്. അവർ വന്ന് പറയുകയാണ്, ഗുരു, അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ, ഞങ്ങളുടെ കണ്ണ് മഞ്ചിപ്പോവുകയാണല്ലോ, അങ്ങയുടെ മുഖത്തൊരു പ്രകാശം ഞങ്ങൾ കാണുകയാണല്ലോ, ഞങ്ങളുടെ കണ്ണ് മഞ്ചിപ്പോവുകയാണല്ലോ. അപ്പോൾ സെറാഫീം എന്ന വിശുദ്ധൻ ആ യുവാക്കളോട് പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ മുഖത്തും ഞാൻ ഈ തേജസ് കാണുന്നുണ്ട്. നിങ്ങൾ എന്താണത് കാണാത്തത്? നിങ്ങളിലുള്ള ദൈവീക തേജസ് എന്തുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്? ചെറുപ്പക്കാരോട് പറയുകയാണ്. അവർക്ക് മനസ്സിലായി വിശുദ്ധിയുടെ അനുഭവം, ദൈവിക തേജസ്സിൻ്റെ അനുഭവം. നമ്മിലുള്ള ഹാലോ, പ്രകാശ വലയം. ശോഭ കാണുകയല്ല, ശോഭ ആർജിക്കലാണ് പ്രധാനം. ശോഭിതരായി തീരുകയാണ് പ്രധാനം. അഴുക്കില്ലാതെ വളർന്ന് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളർന്ന് ഇസോപ്പിന്റെ അനുഭവം നാം പ്രാപിക്കണം. ജഡീക മനുഷ്യന്റെ സ്വഭാവങ്ങളെ ഉപേക്ഷിച്ച് ആത്മീയ മനുഷ്യന്റെ സ്വഭാവത്തിൽ നാം ജീവിക്കണം. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെയിന്റ് ഇവഗ്രിയോസ് എന്ന ഭക്തൻ, വിശുദ്ധൻ, ജഡീക മനുഷ്യന്റെ സ്വഭാവങ്ങളെക്കുറിച്ചും ആത്മീക മനുഷ്യന്റെ സ്വഭാവങ്ങളെക്കുറിച്ചും പ്രത്യേകം
എഴുതുന്നുണ്ട്. ജഡീക മനുഷ്യന്റെ സ്വഭാവങ്ങളെക്കുറിച്ച് 8 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. അതിഭക്ഷണം, ദ തോട്ട് ഓഫ് ഗ്ലട്ടണി, പരസംഗം, ഫോർണിക്കേഷൻ, ദ്രവ്യാഗ്രഹം, ലവ് ഓഫ് മണി, അസംതൃപ്തി, ഡിസ്കണ്ടന്റ്മെന്റ്, കോപം, ആങ്കർ, നിരാശ, ഡെസ്പോണ്ടൻസി, പൊങ്ങച്ചം, വെയിൻ ഗ്ലോറി, അഹംഭാവം, പ്രൈഡ്. അങ്ങനെയുള്ള ജഡീക മനുഷ്യന്റെ സ്വഭാവങ്ങൾ ഉപേക്ഷിച്ച് ആത്മീക മനുഷ്യന്റെ സ്വഭാവത്തിൽ നാം വളരണമെന്ന് അദ്ദേഹം പ്രബോധിപ്പിക്കുകയാണ്. ആത്മീക മനുഷ്യന്റെ സ്വഭാവങ്ങളായിട്ട് അദ്ദേഹം 5 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. എല്ലായ്പ്പോഴും ലഘുവായ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരിക്കുക, സിമ്പിൾ പ്രെയർ, പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരിക്കുക. 2, സാൽമടി, സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. 3, ക്രമമായി വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും വായിക്കുക. 4, പാപബോധവും അനുതാപ ഹൃദയവും, കോൺട്രൈറ്റ് റിമംബ്രൻസ് ഓഫ് വൺ സിൻസ്, പാപബോധം, അനുതാപ ഹൃദയം. 5 അദ്ദേഹം പറയുന്നു, മാനുവൽ ലേബർ ആൻഡ് ഷെയറിംഗ് ഓഫ് റിസോഴ്സസ്, അധ്വാനം, പങ്കിടൽ. ആത്മീയ മനുഷ്യന്റെ സ്വഭാവമാണെന്ന് പറയുക, അധ്വാനവും പങ്കിടലും. ജഡീക മനുഷ്യന്റെ സ്വഭാവങ്ങൾ ഉപേക്ഷിച്ച് ആത്മീക സ്വഭാവം വളർത്തുവാൻ നമുക്കിടയാകും. ഇസോപ്പ് ചെടിയുടെ 2 സന്ദേശങ്ങൾ ഞാൻ പറഞ്ഞു. 1, ശുദ്ധീകരണത്തിനുള്ള മുഖാന്തരമാണ് ഇസോപ്പ്. 2, അഴുക്കില്ലാത്തിടത്തു വളരുന്ന അനുഭവത്തെ സൂചിപ്പിക്കുന്നു ഇസോപ്പ്. 3ാമത്തെ സന്ദേശം പുതിയ നിയമത്തിൽ നാം കാണുകയാണ്. വേദനിക്കുന്നവർക്ക് സാന്ത്വനം നൽകുവാൻ ഉപകരണമായി തീർന്ന ഇസോപ്പ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 29-ാം വാക്യം. യേശുതമ്പുരാൻ ക്രൂശിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ കാണുന്ന വാക്യമാണ്, അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവന്റെ വായോടടുപ്പിച്ചു. 30-ാം വാക്യം. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. മതജീവിതത്തിൻ്റെ 2 പ്രധാന ലക്ഷ്യങ്ങളാണ്. 1, ദൈവാനുഭവം. 2, സാന്ത്വനം നൽകൽ. ദൈവാനുഭവവും സാന്ത്വനം നൽകലും. ഇവിടെ എന്താണ്? അവർ ഒരു സ്പോഞ്ച് പുളിച്ച വീഞ്ഞ് നിറച്ച് ഇസോപ്പ് തണ്ടിന്മേലാക്കി യേശുതമ്പുരാന്റെ വായോടടുപ്പിച്ചു. വേദന കൊണ്ട് പുളയുകയാണ്, ക്രൂശിൽ തറച്ചിരിക്കുകയാണ്, പ്രാണൻ വിട്ട് പോകുന്ന അനുഭവമാണ്. അല്പം ആശ്വാസം ലഭിക്കട്ടെ എന്ന് കരുതി ആ സംഘത്തിലുണ്ടായിരുന്ന കുറെ പേര് പുളിച്ച വീഞ്ഞ് ഈസോപ്പ് തണ്ടിന്മേലാക്കി വായോട് വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ അവിടെ ഈസോപ്പ് തണ്ട് സാന്ത്വനത്തിന്റെ ഉപകരണമായി തീരുകയാണ്. നിങ്ങളും ഞാനും ഈ ലോകത്തിൽ സാന്ത്വനത്തിന്റെ ഉപകരണങ്ങളായി തീരണം. സാന്ത്വനം നൽകുവാനുള്ള ഉപകരണമായി തീരണം. ബൈബിളിൽ പലതരത്തിലുള്ള സാന്ത്വനത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നു. 1,
മാപ്പ് നൽകുന്ന സാന്ത്വനം, ക്ഷമിക്കുന്ന സാന്ത്വനം. നാം ക്ഷമിക്കുമ്പോൾ ആരോട് ക്ഷമിക്കുന്നുവോ ആ വ്യക്തിക്ക് സ്വാന്തനം ലഭിക്കുന്നു, നമുക്കും സ്വാന്തനം ലഭിക്കുന്നു. നാം ക്ഷമിക്കുമ്പോൾ നമുക്കും ആ വ്യക്തിക്കും സാന്ത്വനം ലഭിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 21-ാം വാക്യം. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്നു, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവനോട്, 7 വട്ടമല്ല 70 വട്ടമെന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. വീണ്ടും വീണ്ടും ക്ഷമിക്കുന്ന അനുഭവം, മാപ്പ് നൽകുന്ന സാന്ത്വനം. നമുക്ക് ചിന്തിക്കാം, നാം ചിലരോട് ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോക ജീവിതത്തിൽ നാം ചിലരോട് ക്ഷമിക്കണം. നമുക്ക് ക്ഷമിക്കാം ആത്മാർത്ഥമായി. ചിലരോട് ക്ഷമ ചോദിക്കേണ്ടതായിട്ടുമുണ്ട്. ചിലരോട് ക്ഷമിക്കണം, ചിലരോട് ക്ഷമ ചോദിക്കണം. അപ്പൊ സാന്ത്വനം കിട്ടും. മാപ്പ് നൽകുന്ന സാന്ത്വനം. വീണ്ടും ബൈബിൾ പറയുന്നു മറ്റൊരു തരം സാന്ത്വനത്തെ കുറിച്ച്. പകരം ഒന്നും ഇച്ഛിക്കാതെയുള്ള സാന്ത്വനം. ഇങ്ങോട്ടൊന്നും ആഗ്രഹിക്കാതെ, ഇങ്ങോട്ടൊരു നേട്ടവും ആഗ്രഹിക്കാതെ അങ്ങോട്ട് കാണിക്കുന്ന നന്മ പ്രവർത്തനങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരമിച്ഛിക്കാതെ കടം കൊടുപ്പീൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ഹൃദയാലുവല്ലോ, ദയാലുവല്ലോ. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുവീൻ എന്ന് പറഞ്ഞു. മനസ്സലിവ്, ദയ, സാന്ത്വനം നൽകൽ, ഇങ്ങോട്ടൊന്നും ഇച്ഛിക്കാതെയുള്ള നന്മ പ്രവർത്തനങ്ങൾ. ഇന്ന് ലോകത്തിന്റെ പ്രത്യേകതയാണ് പ്രാഗ്മാറ്റിക് ലവ്. പ്രായോഗിക നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യം. നമ്മുടെ സ്നേഹം പലപ്പോഴും പ്രാഗ്മാറ്റിക് ആയിത്തീരും. ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ എനിക്ക് നേട്ടം കിട്ടിയിരിക്കണം, അതാണ് നമ്മുടെ ചിന്ത. എനിക്ക് നേട്ടം കിട്ടിയിരിക്കണം, എനിക്ക് ലാഭം കിട്ടിയിരിക്കണം. ലാഭവും നേട്ടവും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രായോഗിക ലാഭത്തിന്റെ സ്നേഹം, അത് സാന്ത്വനമല്ല. പകരം ഒന്നും ഇച്ഛിക്കാതെയുള്ള സാന്ത്വനമാണ് ബൈബിളില് നമ്മെ പഠിപ്പിക്കുന്നത്. മാപ്പ് നൽകുന്ന സാന്ത്വനം, പകരം ഒന്നും ഇച്ഛിക്കാതെയുള്ള സാന്ത്വനം. വീണ്ടും ബൈബിൾ പറയുന്നുണ്ട്, ഭക്ഷണവും വസ്ത്രവും പങ്കുവെക്കുന്ന സാന്ത്വനം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം. 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. പങ്കിടൽ, ഷെയറിംഗ് ഓഫ് റിസോഴ്സസ്, അതാണ് സുവിശേഷം. ദൈവം നമുക്ക് തന്ന കാര്യങ്ങൾ പങ്കിടുന്ന അനുഭവം, പ്രായോഗിക ലാഭം നേട്ടം പ്രതീക്ഷിക്കാതെയുള്ള പങ്കിടൽ. വീണ്ടും ബൈബിൾ പറയുന്നു സാന്ത്വനത്തെക്കുറിച്ച്, അഗതികൾക്ക് അഭയമരുളുന്ന സാന്ത്വനം. ഗിവിംഗ് റെഫ്യൂജ് ടു ദ ഡെസ്റ്റിറ്റ്യൂട്ട്സ്. അഗതികൾക്ക് അഭയം നൽകുന്ന സാന്ത്വനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 35-ാം വാക്യം. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു.
നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഇങ്ങനെ പ്രവർത്തിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അഗതികൾക്ക് അഭയമരുളുന്ന സാന്ത്വന. ഈ സാന്ത്വന പ്രവർത്തനങ്ങളെയാണ് വിശുദ്ധ സഭ വിശേഷിപ്പിക്കുന്നത് ലിറ്റർജി ആഫ്റ്റർ ദ ലിറ്റർജി. കുർബാന കഴിഞ്ഞുള്ള കുർബാന. നാം കുർബാന ഭക്ഷിക്കും, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു. ഈ സാന്ത്വന പ്രവർത്തനങ്ങൾ കുർബാന കഴിഞ്ഞുള്ള കുർബാനയാണ്. ആദിമസഭയിൽ ദേവാലയങ്ങളോട് ചേർന്ന് ശുശ്രൂഷാ മുറികൾ ഉണ്ടായിരുന്നു. ഡിയാക്കോണിക്കോൺ എന്ന് പറയും. പ്രത്യേകം ശുശ്രൂഷാ മുറികൾ. ജനങ്ങളൊക്കെ കൊണ്ടുവരുന്ന വിഭവങ്ങളൊക്കെ അവിടെ ശേഖരിച്ചു വെക്കും ആ ശുശ്രൂഷാ മുറിയിൽ. കുർബാന കഴിയുമ്പം ഈ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം, ഭക്ഷ്യ സാധനങ്ങൾ ഉൾപ്പെടെ അത് വിതരണം ചെയ്യും, കൊണ്ടുകൊടുക്കും. പാവപ്പെട്ടവരെ തേടിച്ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തി വിതരണം ചെയ്യും. അതായിരുന്നു ആദിമസഭയുടെ ശുശ്രൂഷ രീതി. അപ്പോഴാണ് കുർബാന പൂർത്തിയാകുന്നതെന്ന് പറയും. ഓർമ്മിക്കുകയാണ്, 4-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസിന്റെ പ്രസംഗ ശൈലി. വിശുദ്ധനായ മാർ ഇവാനിയോസ് വിശുദ്ധ കുർബാന മധ്യേ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ജനങ്ങളെ സാന്ത്വന പ്രവർത്തനങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന രീതിയായിരുന്നു. ഉദാഹരണം പറയാം. കുർബാന മധ്യേ അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്: ഇന്ന് രാവിലെ ഞാൻ കുർബാനയ്ക്കായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വഴിയുടെ അടുത്ത് കുറെ പാവപ്പെട്ട കുഷ്ഠരോഗികളെ കണ്ടു. കൈയൊക്കെ പഴുത്തളിഞ്ഞിരിക്കുകയാണ്. അവർക്ക് വസ്ത്രമില്ല, അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് താമസിക്കാൻ വീടില്ല, ഭയങ്കരമായ തണുപ്പാണ്, അവർ വഴി കിടന്ന് ചാവുകയാണ്, അവർ ഉപേക്ഷിക്കപ്പെട്ടവരാണ്, ആരും നോക്കാനില്ല, കാണാനില്ല. ഒരു കാര്യം ചെയ്യുക, ഇന്ന് കുർബാനയ്ക്ക് വന്നിരിക്കുന്ന എല്ലാവരും ഉടൻ തന്നെ പോവുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് വസ്ത്രം കൊടുക്കുക, അവർക്ക് പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുക, പെട്ടെന്ന്. എന്നിട്ട് മടങ്ങി വരിക, ഞാനിവിടെ കാത്തിരിക്കും. മടങ്ങി വന്ന ശേഷമേ കൈമുത്തുള്ളൂ. അപ്പൊ കുർബാനയുടെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങളെ, സാന്ത്വന പ്രവർത്തനങ്ങളെ സഭാപിതാക്കന്മാർ കണ്ടിരുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇങ്ങനെയുള്ള സാന്ത്വന പ്രവർത്തനങ്ങളുടെ ജീവിതമാകട്ടെ. വേദനിക്കുന്നവർക്ക് സാന്ത്വനം നൽകുവാൻ ഉപകരണമായി തീർന്ന ഈ സോപ്പ്. 3 കാര്യങ്ങൾ നാം കണ്ടു. 1, ശുദ്ധീകരണത്തിനുള്ള ഉപാധിയായ ഈ സോപ്പ്. 2, അഴുക്കില്ലാത്തിടത്തു വളരുന്ന ജീവിതാനുഭവത്തെ സൂചിപ്പിക്കുന്ന ഈ സോപ്പ്. 3, വേദനിക്കുന്നവർക്ക് സാന്ത്വനം നൽകുവാൻ ഉപകരണമായി തീരുന്ന ഈ സോപ്പ്. 4, ഒരു സന്ദേശം കൂടെ ബൈബിൾ നാം കാണുന്നുണ്ട്, ഈ സോപ്പുമായി ബന്ധപ്പെട്ട സന്ദേശം. കർത്താവിൻ്റെ രക്തം കൊണ്ടുള്ള വീണ്ടെടുപ്പിനെ സൂചിപ്പിക്കുന്ന ഈ സോപ്പ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടുള്ള വീണ്ടെടുപ്പിനെ സൂചിപ്പിക്കുന്ന ഈ സോപ്പ്. റിഡംഷൻ ത്രൂ ദ സാക്രിഫൈസ് ഓൺ ദ ക്രോസ്. 51 സങ്കീർത്തനം 7-ാം വാക്യം. ഒരുപക്ഷെ ആദ്യം നാം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഈ അർത്ഥം നാം ചിന്തിക്കുകയില്ലായിരിക്കാം. നമുക്കെല്ലാം വളരെ പരിചയമുള്ള ഭാഗമാണിത്. 51-ാം സങ്കീർത്തനം എല്ലാ ദിവസവും ചൊല്ലുമല്ലോ.
നാം എല്ലാ ദിവസവും ചൊല്ലുന്ന സങ്കീർത്തനമാണ്. 51 സങ്കീർത്തന 7 വാക്യം. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. ദാവീദിന്റെ സങ്കീർത്തനമാണ്. ദാവീദ് ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ്? ഏകദേശം BC 1000 ആണ്ടാണ് ദാവീദിന്റെ കാലം. ക്രിസ്തുവിന് മുമ്പ് 1000 ആണ്ട്. ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമെന്ന് ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ അതിനുശേഷം 1000 വർഷത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന കാൽവറിയിലെ യാഗം ആത്മാവിൽ ദർശിച്ചുകൊണ്ടാണ് ദാവീദ് പ്രകാരം പ്രാർത്ഥിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ യാഗം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്, ആത്മാവിൽ ദർശിച്ചുകൊണ്ടാണ് ദാവീദ് ഈ പ്രാർത്ഥന ചൊല്ലുന്നത്. ഞാൻ നിർമ്മലനാകേണ്ടതിന്, നിന്റെ രക്തത്താൽ ഞാൻ നിർമ്മലനാകേണ്ടതിന്. കർത്താവേ, മാനവരാശിയുടെ രക്ഷയ്ക്കായി വരുവാനിരിക്കുന്ന കർത്താവേ, എന്റെയും രക്ഷകനായ കർത്താവേ, ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട്, നിന്റെ രക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. നീ കാൽവറിയിൽ ഒഴുക്കുവാൻ പോകുന്ന രക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. ഞാൻ ആ വാചകം ആവർത്തിക്കുകയാണ്. ദാവീദിന് ശേഷം 1000 വർഷങ്ങൾക്കു ശേഷം നടക്കേണ്ടതായ കർത്താവിന്റെ കാൽവറിയിലെ യാഗം ആത്മാവിൽ ദർശിച്ചുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട്, ശുദ്ധീകരണത്തിന്റെ മുഖാന്തരമായ ഈ സോപ്പ് കൊണ്ട്, ശുദ്ധീകരണത്തിന്റെ മുഖാന്തരമായ നിന്റെ രക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്നതിന്റെ അർത്ഥം കർത്താവിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്നാണ്. നമ്മൾ വീട് കൂദാശ നടത്തുമ്പോൾ ഇത് ചൊല്ലും. 51 സങ്കീർത്തനം ചൊല്ലും. നിന്റെ സോപ്പായാൽ എന്നെ ശുദ്ധീകരിക്കണമേ. സോപ്പ, ഈ സോപ്പാണ് സോപ്പ എന്ന് പറയുന്നത്. നിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. ഈ ഭവനത്തെ, ഇന്ന് വാഴ്ത്തി കൂദാശ ചെയ്യപ്പെടുന്ന ഈ ഭവനത്തെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. കർത്താവിന്റെ രക്തം കൊണ്ടുള്ള വീണ്ടെടുപ്പിനെ സൂചിപ്പിക്കുന്ന ഈ സോപ്പ്, കർത്താവിന്റെ യാഗം മൂലമുള്ള വീണ്ടെടുപ്പിനെ 4 തരത്തിൽ ബൈബിളിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ വീണ്ടെടുപ്പിന്റെ അനുഭവം ഒന്നാമത് പറയുന്നു, ജീവനെ മറുവിലയായി കൊടുക്കുന്ന വീണ്ടെടുപ്പ്. കർത്താവിന്റെ വീണ്ടെടുപ്പ് ജീവനെ മറുവിലയായി കൊടുക്കുന്ന വീണ്ടെടുപ്പായിരുന്നു. ഗിവിംഗ് വൺസ് ലൈഫ് ആസ് എ റാൻസം ഫോർ മെനി. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. കർത്താവ് തന്റെ ജീവനെ മറുവിലയായി കൊടുത്തു എന്ന് പറയുകയാണ്. ഈ ലോകത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ജീവനെ മറുവിലയായി കൊടുക്കുന്ന ജീവിതമാകണം. ആത്മാക്കളെ വീണ്ടെടുക്കുന്ന, നമ്മുടെ ജീവനും ജീവിതവും മൂലം ആത്മാക്കളെ വീണ്ടെടുക്കുന്ന ജീവനും ജീവിതവുമാകണം.
മറുവിലയായി കൊടുക്കുന്ന യാഗം. വീണ്ടും ബൈബിൾ പറയുന്നു കർത്താവിന്റെ യാഗത്തെക്കുറിച്ച്, സ്വയം താഴ്ത്തൽ മൂലമുള്ള വീണ്ടെടുപ്പായിരുന്നു കർത്താവിന്റെ വീണ്ടെടുപ്പ്. സ്വയം താഴ്ത്തൽ മൂലമുള്ള വീണ്ടെടുപ്പ്. റിഡംഷൻ ത്രൂ സെൽഫ് എംപ്റ്റിയിങ് ഓർ കെനോസിസ് എന്ന് പറയും ഗ്രീക്ക് ഭാഷയിൽ. കെനോസിസ്, സ്വയം വെറുമയാക്കുന്ന അനുഭവം എന്ന് പറയും. പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ സ്വയം വെറുമയായിത്തീർന്നു. സെൽഫ് എംപ്റ്റിയിങ്. നമ്മുടെ ഈ ലോക ജീവിതവും ചിലതൊക്കെ മുറുകെ പിടിച്ചിരിക്കാതെ സ്വയം വെറുമയാക്കുന്ന അനുഭവമാകണം. ഈ മുറുകെ പിടിക്കുന്നതെല്ലാം അഴിഞ്ഞു പോകും. നാം മുറുകെ പിടിക്കുന്നതെല്ലാം പണം, സുഖം, പ്രതാപം, പ്രശസ്തി, നേട്ടങ്ങൾ, ഭൗതിക ഇമ്പങ്ങൾ, നാം മുറുകെ പിടിക്കുന്നതെല്ലാം അഴിഞ്ഞു പോകും. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തീർന്നു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. പിതാവുമായുള്ള സമത്വം മുറുകെ പിടിക്കാതെ സ്വയം താണു, സ്വയം വെറുമയായി തീർന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതവും സ്വയം വെറുമയായി തീരുന്ന അനുഭവമാകണമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ വീണ്ടും ബൈബിളിൽ പറയുന്നു, കർത്താവിൻ്റെ വീണ്ടെടുപ്പ് അറുക്കപ്പെട്ട കുഞ്ഞാടായി തീർന്ന വീണ്ടെടുപ്പായിരുന്നു. യേശുക്രിസ്തു അറുക്കപ്പെട്ട കുഞ്ഞാടായി തീർന്നു. റിഡംഷൻ ബൈ ദ ലാംബ് ഹു ഈസ് സ്ലെയിൻ ഫോർ us. നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ യാഗമായിരുന്നു അത്. വെളിപാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെ അതിനെ നമസ്കരിക്കും. യേശുക്രിസ്തുവിനെ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് വിശേഷിപ്പിക്കുകയാണല്ലോ. പഴയ നിയമത്തിലെ യാഗപ്രക്രിയയൊക്കെ യേശുക്രിസ്തുവിലാണ് നിറവേറ്റപ്പെട്ടത്, പൂർത്തീകരിക്കപ്പെട്ടത്. പഴയ നിയമത്തിലെ യാഗപ്രക്രിയ നമുക്കറിയാം. ഗുണമില്ലാത്ത കുഞ്ഞാടിനെ സമർപ്പിക്കുകയാണ്, ജീവൻ സമർപ്പിക്കുകയാണ്, ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നതിനെ സമർപ്പിക്കുകയാണ്. ജീവൻ രൂപാന്തരപ്പെടുകയാണ്, അതിനെ അറുക്കുന്നു. യാഗപീഠത്തിൻ്റെ അരികിൽ വെച്ചതിനെ അറുക്കുന്നു. രക്തം യാഗപീഠത്തിന്മേൽ തളിക്കുന്നു. അതിനാകെ മാറ്റം സംഭവിക്കുകയാണ്. ആ ആടിന്, ഗുണമില്ലാത്ത കുഞ്ഞാടിന് രൂപാന്തരം സംഭവിക്കുകയാണ്, ട്രാൻസ്ഫിഗറേഷൻ സംഭവിക്കുകയാണ്. നമുക്കും ഒരു യഥാർത്ഥ രൂപാന്തരം സംഭവിക്കണം, പുതിയ സൃഷ്ടിയാകണം. ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പുറകോട്ട് പോകുമ്പോൾ, മടങ്ങിപ്പോകുമ്പോൾ ഒരു പുതിയ വ്യക്തിയായി നാം മടങ്ങിപ്പോകണം. രൂപാന്തരപ്പെട്ട അനുഭവത്തിൽ നാം മടങ്ങിപ്പോകണം. ലൈഫ് സറണ്ടേഡ്, ലൈഫ് ട്രാൻസ്ഫിഗേർഡ്. ജീവൻ സമർപ്പിക്കപ്പെടുന്നു, ജീവൻ രൂപാന്തരപ്പെടുന്നു. വീണ്ടും നാം കാണുന്നു അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ അനുഭവം. ലൈഫ് ഷെയർഡ്. ആ കുഞ്ഞാടിന്റെ ശരീരം, അറുക്കപ്പെട്ട ശരീരം അഴുക്കൊക്കെ കളഞ്ഞ് അതിനെ വേവിക്കുകയാണ്, രൂപാന്തരം സംഭവിക്കുകയാണ്, അതിനെ പങ്കിടുകയാണ്.
ആരാധനയിൽ സംബന്ധിക്കുന്നവർ ആ വിശുദ്ധ പങ്കിടൽ കർമ്മത്തിൽ പങ്കെടുക്കുകയാണ്. ആ കുഞ്ഞാടിനെ പങ്കിടുന്നു. വിശുദ്ധ കുർബാനയുടെ അനുഭവം അതാണ്. ജീവൻ സമർപ്പിക്കപ്പെടുന്നു, ജീവൻ രൂപാന്തരപ്പെടുന്നു, ജീവൻ പങ്കിടപ്പെടുന്നു. വിശുദ്ധ കുർബാന അപ്പം നുറുക്കി വിഭജിച്ച് തരുമ്പോൾ, നാം ഭക്ഷിക്കുമ്പോൾ ഈ അനുഭവമൊക്കെ നമ്മിലൂടെ യാഥാർത്ഥ്യമായി തീരുകയാണ്. ഒരു സഭാപിതാവ് പറയുന്നത്, പല വയലുകളിൽ വിളയുന്ന ഗോതമ്പ് മണികൾ ശേഖരിക്കപ്പെടുന്നു. നാം ഒരപ്പം തിന്നുമ്പോൾ അതുണ്ടാക്കപ്പെട്ട ഗോതമ്പ് മണികൾ ഏതെല്ലാം വയലിൽ വിളഞ്ഞതാണ്, ഏതെല്ലാം സംസ്കാരത്തിൽപ്പെട്ടതാണ്. പല വയലുകളിൽ വിളയുന്ന ഗോതമ്പ് മണികൾ ശേഖരിക്കപ്പെടുകയാണ്. ബീയിങ് യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ശേഖരിക്കപ്പെടുകയാണ്. ക്രിസ്തുവിൽ അത് രൂപാന്തരപ്പെടുകയാണ്, അത് പങ്കിടുകയാണ്. കർത്താവിൻ്റെ ശരീരവും രക്തവുമായി തീരുകയാണ്. അതാണ് നമ്മുടെ വിശ്വാസം. അത് വെറും ഒരു ഓർമ്മ മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും തന്നെയാണിത്. ആ വിശ്വാസത്തോടെ, ആ അനുഭവത്തോടെ നാം അത് പങ്കിടുകയാണ്, നാം അത് ഭക്ഷിക്കുകയാണ്, പാനം ചെയ്യുകയാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടായി തീർന്ന വീണ്ടെടുപ്പ്. മറ്റൊരു കാര്യം ബൈബിൾ കാണുന്നു. യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് വീണ്ടും കാണുകയാണ്. പാപപരിഹാരവും സമാധാനവും നിരപ്പും നൽകുന്ന വീണ്ടെടുപ്പ്. The redemption giving atonement, peace and reconciliation. പാപപരിഹാരവും സമാധാനവും നിരപ്പും നൽകുന്ന വീണ്ടെടുപ്പാണ് കർത്താവിൻ്റെ വീണ്ടെടുപ്പ്. റോമാലേഖനം 6:6 നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നമ്മുടെ പഴയ മനുഷ്യൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്ന അനുഭവമാണ്. പാപപരിഹാരവും സമാധാനവും നിരപ്പും നൽകുന്ന അനുഭവം. പാപപരിഹാരം പ്രാപിച്ച് സമാധാനവും നിരപ്പും അനുഭവിച്ച് സമാധാനവും നിരപ്പും കൊടുക്കുന്ന അനുഭവമാണ് ക്രിസ്തീയ ജീവിതാനുഭവം. സമാധാനവും നിരപ്പും കൊടുക്കുന്ന അനുഭവമാണ്. കൊലോസ്യ ലേഖനം 1:20 അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരമായി സമാധാനമുണ്ടാക്കി. കർത്താവിൻ്റെ രക്തം മൂലം സമാധാനം അനുഭവിക്കുകയാണ്. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. പാതി നോമ്പിന് ദേവാലയ മധ്യത്തിൽ ഗോകുൽത്ത നാട്ടുമ്പോൾ, കുരിശ് നാട്ടുമ്പോൾ, നൊത്തോയിന്മേൽ, ആ സ്റ്റാൻഡിന്മേൽ കുരിശ് നാട്ടുമ്പോൾ ഗോകുൽത്തായിലെ തലയോട്ടിയുടെ മരണത്തിൻ്റെ അനുഭവം പുതുക്കത്തിൻ്റെ, പുതിയ ജീവന്റെ, നിത്യജീവന്റെ, അമരത്വത്തിന്റെ അനുഭവമായി തീരുകയാണ്. നമ്മൾ യഥാർത്ഥ സമാധാനം ക്രിസ്തുവിൽ അനുഭവിക്കുകയാണ്. സമാധാനവും നിരപ്പും നൽകുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവുമായുള്ള ആളത്വ ബന്ധത്തിൽ നാം വളരണം. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും നിരപ്പിനായിട്ട് ദൈവം വന്നു, മനുഷ്യനായി തീർന്നു. സ്വർഗത്തെയും ഭൂമിയെയും നിരപ്പിക്കുവാൻ ദൈവം മനുഷ്യനായി തീർന്നു. സ്വജനത്തെയും വിജാതികളെയും നിരപ്പിക്കുവാൻ, മനുഷ്യജാതിയെ ആകെ നിരപ്പിക്കുവാൻ, പിതാവിനോട് ചേർക്കുവാൻ അവൻ മനുഷ്യനായി വന്നു. ഇവിടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. 5 വാക്യങ്ങളിലായി ഇസോപ്പ് എന്ന പദം
പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം കണ്ടു. ഇസോപ്പ് എന്ന വിശിഷ്ട സസ്യത്തിൻ്റെ 4 പ്രധാന സന്ദേശങ്ങൾ നാം ഗ്രഹിച്ചു. 1, ശുദ്ധീകരണത്തിനുള്ള മുഖാന്തരമാകണം. 2, അഴുക്കില്ലാത്തടത്തു വളരുന്ന അനുഭവം നമുക്കുണ്ടാകണം. 3, വേദനിക്കുന്നവർക്ക് സാന്ത്വനം നൽകുവാൻ ഉപകരണമായി തീരണം. 4, കർത്താവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. യേശുക്രിസ്തുവിൻ്റെ യാഗത്താൽ, കുരിശിലെ യാഗത്താൽ വീണ്ടെടുക്കപ്പെടുന്ന അനുഭവം. ഒരു ക്രിസ്ത്യാനിയുടെ അനുഭവം ഈ നിരപ്പും സമാധാനവും വീണ്ടെടുപ്പുമാകട്ടെ. അഴുക്കില്ലാതെ വളരുവാൻ നമുക്കിടയാകട്ടെ. യഥാർത്ഥ ശുദ്ധീകരണം പ്രാപിക്കുവാൻ നമുക്കിടയാകട്ടെ. സാന്ത്വനത്തിൻ്റെ ഉപകരണമായി തീരുവാൻ നമുക്കിടയാകട്ടെ. തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. കർത്താവേ, അടിയങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഈ വിശുദ്ധ ദേവാലയത്തിൽ കടന്നു വന്ന് ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വചനം ശ്രവിക്കുവാൻ നീ ഭാഗ്യം തന്നല്ലോ. കർത്താവേ, എപ്പോഴും അടിയങ്ങളോട് സംസാരിക്കണമേ. ക്രിസ്തുവിൽ ജീവിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ. ക്രിസ്തുവിൽ ചരിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ. കാൽവറി ക്രൂശിൽ ഒഴുക്കിയ രക്തത്താൽ കഴുകി വെടിപ്പാക്കപ്പെടുന്ന അനുഭവം, ശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവം അടിയങ്ങൾക്കുണ്ടാകണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന തീരുമാനമെടുക്കുന്നു. അടിയൻ യഥാർത്ഥമായി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കപ്പെട്ടിരിക്കുന്നു. എന്നിൽ വസിക്കുന്ന ക്രിസ്തു അത്രേ. ഞാൻ പുതിയ സൃഷ്ടി അത്രേ. ക്രിസ്തുവിനായി ഞാൻ ഇനി ജീവിക്കും. ക്രിസ്തുവിനായി മരിക്കും. ഗോകുൽത്തായുടെ അനുഭവം അമരത്വത്തിൻ്റെ അനുഭവമാക്കി തീർക്കുവാൻ, നിത്യജീവന്റെ അനുഭവമാക്കി തീർക്കുവാൻ, നിരപ്പിൻ്റെയും സമാധാനത്തിൻ്റെ അനുഭവമാക്കി തീർക്കുവാൻ, സാന്ത്വനത്തിൻ്റെ അനുഭവമാക്കി തീർക്കുവാൻ അടിയങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അനേകർ ഭാരങ്ങളിലായിരിക്കുന്നു, രോഗങ്ങളിലായിരിക്കുന്നു, കഷ്ടതയിലായിരിക്കുന്നു. അവരെ ആശ്വസിപ്പിക്കണമേ, സൗഖ്യം നൽകണമേ. കർത്താവ് തൊട്ടു സുഖപ്പെടുത്തണമേ. മാനവും മഹത്വവും അങ്ങെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൃപയോടെ കൈക്കൊള്ളുമാറാകണമേ. ആമേൻ.